പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ കേരളത്തിൽ ഇന്ന് കാർഷിക വൃത്തി അന്യം നിന്ന് പോവുകയാണ്. അതിനുള്ള പ്രധാന പ്രശ്നം വിള കൃത്യസമയത്ത് വാങ്ങുവാൻ ആളെ കിട്ടാതെ വരികയും അവയ്ക്ക് വില കിട്ടാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ കൃഷി നശിക്കുന്നത് രണ്ടാമത്തെ കാര്യവുമാണ്. നമ്മുടെ നാട്ടിൽ ഇന്നും ചങ്കൂറ്റത്തോടെയും പ്രതീക്ഷയോടെയും കൃഷി ചെയ്യുന്ന കർഷകർ ഉണ്ടെന്നത് കാണാതെ പോകരുത്. അത് പ്രധാനമായും നെൽകർഷകരാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കൃഷി രീതി പരിശോധിക്കുമ്പോൾ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് തീരപ്രദേശത്തും മലനാട്ടിലുമുള്ള കൃഷികളാണ്. ഇവയ്ക്കിടയിൽ ഉള്ള ഇടനാട്ടിൽ ഉള്ള മണ്ണിനം പ്രധാനമായും ചുവന്ന മണ്ണാണ്. ഇവയ്ക്ക് വേണ്ട രീതിയിൽ വളക്കൂറില്ലാത്തത് കൊണ്ട് തന്നെ കൃഷി ചെയ്ത് ലാഭം നേടുവാൻ കഴിയില്ല. റബ്ബർ കൃഷി, തെങ്ങ് കൃഷി മാത്രമാണ് ഇവിടെ ഒരു പരിധിവരെ ലാഭകരമാകുന്നത്. മലനാട്ടിൽ ഏലം, കാപ്പി, തേയില തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കൃഷി ലാഭകരമാണ്. തീരപ്രദേശമാണ് നെൽകൃഷിയുടെയും പച്ചക്കറി കൃഷിയും ചെയ്ത് മികച്ച വിളകൾ കൊയ്യുവാൻ കഴിയുന്ന സ്ഥലം. എന്നാൽ ഇവിടെ നിന്ന് പൊന്നു വിളയിക്കുന്ന കർഷകരും നേരിടുന്നത് സമാനമായ പ്രതിസന്ധിയാണ്. അതിനൊപ്പം വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാടൻ പ്രദേശങ്ങളിലുള്ള കർഷകർ നേരിടുന്നത് അവരുടെ വിളകൾ വെള്ളത്തിൽ നശിക്കാതെ സൂക്ഷിക്കാനുള്ള സൗകര്യം ലഭിക്കാത്ത പ്രതിസന്ധിയാണ്. കുട്ടനാടുള്ള കർഷകർ നെൽകൃഷി വലിയ ലാഭമുള്ള ജോലിയായാണ് കരുതുന്നത്. 2.5 ലക്ഷം രൂപ ചെലവിൽ ഇറക്കുന്ന കൃഷി വിളവെടുത്ത് സമയത്തിന് വിൽക്കുവാൻ കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ നേടാമെന്നും അതുവഴി 2.5 ലക്ഷം രൂപ ലാഭം നേടാമെന്നുമാണ് അവരുടെ പ്രതീക്ഷ. എന്നാൽ ഇവർ ഇതിനു പിന്നിൽ അധ്വാനിക്കുന്ന സമയവും അതിന് ഉണ്ടാകുന്ന കാലതാമസവും വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള വ്യവസായങ്ങൾ ഈ പണം കൊണ്ട് നേടുന്ന ലാഭം ഇവർ നേടുന്നില്ല എന്നത് വാസ്തവം. പക്ഷെ അവർക്കത് അറിയില്ല. അവരുടെ മുന്നിൽ ഉള്ള ഏറ്റവും വലിയ വരുമാന മാർഗമാണത്. ഇവർ കൃഷി ചെയ്ത് പരിപാലിച്ച് വിളവെടുത്ത് കൂട്ടുമ്പോൾ ഇവർ നേരിടുന്ന പ്രതിസന്ധി മില്ലുടമകളുടെ വിലപേശലാണ്. വില നിശ്ചയിക്കുന്നത് മില്ലുടമകളാണ്. നെല്ല് കുത്തി അരിയാകാതെ വിപണിയിൽ നെല്ലിന് ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ട് കർഷകർക്ക് മില്ലുകളെ ആശ്രയിക്കാതിരിക്കുവാനും കഴിയില്ല. നെല്ലിന് കർഷകൻ പ്രതീക്ഷിക്കുന്ന വില കിട്ടിയില്ലെങ്കിൽ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റും. കർഷകൻ വില കുറച്ചു കൊടുക്കാതെ മില്ലുടമകൾ നെല്ല് സംഭരിക്കുകയുമില്ല. പാടത്ത് തന്നെ കൂട്ടിയിരിക്കുന്ന നെല്ല് മഴ പെയ്യുമ്പോൾ നശിച്ചു പോകും. അതുകൊണ്ട് കർഷകർ ഗതികെട്ട് മില്ലുടമകൾ പറയുന്ന വിലയ്ക്ക് വിൽക്കേണ്ടി വരും. ഈ കർഷകരെ സംബന്ധിച്ച് പലവട്ടം കൃഷി നശിച്ചുപോയി നഷ്ടമുണ്ടായിട്ടുള്ളവരാണ്. കടമെടുത്ത് നടത്തുന്ന ഓരോ കൃഷിയും വിളവെടുക്കുമ്പോൾ മുൻ ബാധ്യതകളെ കൂടി നികത്തുവാൻ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മില്ലുകാർ മുന്നോട്ട് വയ്ക്കുന്ന വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിൽ കർഷകർക്ക് അവരുടെ നെല്ല് ന്യായമായ വിലയ്ക്ക് വിൽക്കണമെങ്കിൽ അവരുടെ നെല്ല് സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള സ്ഥലം ഉണ്ടാകണം. കൊയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ വിറ്റ് ഒഴിവാക്കിയില്ലെങ്കിൽ മഴയത്ത് വെള്ളം കയറി നശിച്ചു പോകുന്ന സ്ഥിതിയിലാണ് കർഷകർ നിസ്സഹായരാകുന്നത്. അതുകൊണ്ട് കർഷകർക്ക് അവരുടെ നെല്ല് ഒരു മാസമെങ്കിലും സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ സർക്കാർ പണിതു നൽകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ ചേർന്ന് വെയർ ഹൗസുകൾ നിർമ്മിക്കുകയും താങ്ങാനാവുന്ന മാസവാടകയ്ക്ക് കർഷകർക്ക് അവരുടെ നെല്ല് സൂക്ഷിക്കാനുള്ള സ്ഥലം നൽകുകയും ചെയ്യണം. ഇതുവഴി ഇടനിലക്കാരുടെ മേൽക്കോയ്മ അവസാനിപ്പിച്ച് കർഷകരെ കൂടുതൽ ശക്തരാക്കുവാൻ കഴിയും. കേരളത്തിൽ കാർഷിക വൃത്തി അന്യപ്പെട്ടു പോകുന്നുവെങ്കിൽ അതിന്റെ എല്ലാ കാരണവും സർക്കാർ സംവിധാനങ്ങളുടെ അന്ധതയാണ്. കർഷകർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കി നൽകുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഇവിടെ നെല്ല് കർഷകരുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും അധികം ആവശ്യമായത് അവരുടെ കൊയ്തെടുത്ത നെല്ല് മഴ നനയാതെ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ്. അതിനുള്ള സൗകര്യം സർക്കാർ ഒരുക്കി കൊടുത്താൽ കർഷകരെ ശാക്തീകരിക്കുന്നതിന് തുല്യമാണ്.